ശബരിമല സ്വർണ്ണമോഷണ കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്തും പ്രതിയെന്ന് എസ്.ഐ.ടി. കേസിൽ പി.എസ്. പ്രശാന്ത് ഉൾപ്പെടെ 7 പ്രതികൾ. സംഭവത്തിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയൊന്നും എസ്.ഐ.ടി. ഹൈക്കോടതിയിൽ അടുത്ത മാസം 20-ന് കേസ് വീണ്ടും പരിഗണിക്കും. ഉമേഷാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന്. ഉമേഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അക്ഷയ്, ഇടക്കാല റിപ്പോർട്ട് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അത് കോടതി പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിലാണ് വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഉള്ളത്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ കേസിലാകെ 7 പ്രതികൾ എന്നുള്ളതാണ് ഇപ്പോൾ എസ്.ഐ.ടി. ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. ഇതിൽ മുൻ ദേവസ്വം ബോർഡ് പി.എസ്. പ്രശാന്ത് ഉൾപ്പെടെ ഇതിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. എസ്.ഐ.ടി. കോടതി അറിയിച്ചതാണ് ഇക്കാര്യം. ഈ സംഭവത്തിന് പിന്നിൽ, ഈ സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിൽ വലിയ ഗൂഢാലോചന, ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് എസ്.ഐ.ടി. ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ പ്രതികളായി വരുന്നത് 7 പേർ എന്ന് പറയുന്നത് തന്ത്രി ഉൾപ്പെടെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, തന്ത്രി കണ്ഠരര് രാജീവർ, പങ്കജ് ഭണ്ഡാരി, പി.എസ്. പ്രശാന്ത് അടക്കം ഉള്ള 7 പേരാണ് ഇതിൽ പ്രതികളായി വരുന്നത് എന്നുള്ളതാണ് എസ്.ഐ.ടി. വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു തട്ടിപ്പായി ഇതിൽ കണ്ടെത്തിയിരിക്കുന്നത്, അതായത് 1998-ൽ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ പിന്നീട് 2019-ലാണ് ഇത് കടത്തുന്നത്. അത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് ഉരുക്കി വീണ്ടും സ്വർണം പൂശുകയാണ്. അപ്പോൾ രണ്ടാമത് സ്വർണം പൂശുമ്പോൾ കുറഞ്ഞ അളവിലാണ് സ്വർണം പൂശിയത്. ബാക്കിയുള്ള സ്വർണം ഈ പ്രതികളെല്ലാവരും ചേർന്ന് തട്ടിയെടുത്തു എന്നുള്ളതാണ് പിന്നീട് പുറത്തറിഞ്ഞത്. അന്നിങ്ങനെ സ്വർണം പൂശിയ സമയത്ത് അതിന് വാറണ്ടി ഉണ്ട്, 40 വർഷത്തെ വാറണ്ടി ഉണ്ട് എന്ന് പറഞ്ഞ് വ്യാജ സർട്ടിഫിക്കറ്റ് അടക്കം ഉണ്ടാക്കി എന്ന വളരെ പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകളും എസ്.ഐ.ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വിവരം പുറത്തു വരുന്നത്. അങ്ങനെ അന്ന് നടന്ന തട്ടിപ്പ് പിന്നീട് പുറത്തറിഞ്ഞു. അന്ന് ഈ സ്വർണം കുറഞ്ഞ അളവിലാണ് പൂശിയത് എന്നുള്ളത് വ്യക്തമായി. അത് പിന്നീട് അതിൻ്റെ ചെമ്പ് തെളിഞ്ഞു വന്നു എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ നടത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്രമക്കേടെന്ന് പറയുന്നത്, ഇത് ചെമ്പ് തകിടാണ് എന്നുകൂടി ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെല്ലാവരും ചേർന്ന് എഴുതി ചേർത്തു എന്നുള്ളതും എസ്.ഐ.ടി. അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ്. ഇതിന് ശേഷം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഗൂഢാലോചന എന്ന് പറയുന്നത്, ഈ 98-ൽ സ്വർണം പൂശിയത് 2019-ൽ ഇങ്ങനെ വീണ്ടും ഒരുക്കി സ്വർണം പൂശിയ ആ ക്രമക്കേട് തിരിച്ചറിഞ്ഞ് അത് പുറത്തു വരാതിരിക്കാനായി ഈ പ്രതികളെല്ലാവരും ചേർന്ന് 2023-ലും ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് എസ്.ഐ.ടി. കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് വീണ്ടും സ്വർണം കടത്താനൊക്കെയുള്ള ശ്രമം നടന്നത്. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവരുടെ ഗൂഢാലോചനയടക്കം തുടർന്നു വന്നു. തട്ടിപ്പ് വീണ്ടും തുടരാൻ തന്നെയാണ് ഈ സംഘം തീരുമാനിച്ചത്. അങ്ങനെയാണ് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് 2023-ൽ ചുമതലയേറ്റ ശേഷം അദ്ദേഹത്തെ സ്വാധീനിക്കാനടക്കം ഈ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം ശ്രമിച്ചു. അതിനുശേഷം വീണ്ടും ക്രമക്കേട് നടത്തിയത് എന്നുള്ളതാണ് എസ്.ഐ.ടിയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ. അതായത് വിവിധ വർഷങ്ങളിൽ നടന്ന തട്ടിപ്പിൻ്റെ സമഗ്രമായ വിവരങ്ങളാണ് എസ്.ഐ.ടിയുടെ ഈ റിപ്പോർട്ടിൽ ഉള്ളത്. അങ്ങനെയാണ് പി.എസ്. പ്രശാന്ത് അടക്കം ഇപ്പോൾ പ്രതിപട്ടികയിലേക്ക് വരുന്നത്. ഈ 7 പേർക്കും തട്ടിപ്പിൽ നേരിട്ട് പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ക്രിമിനൽ ഗൂഢാലോചന അടക്കം ഉള്ള വകുപ്പുകളാണ് ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രിമിനൽ ഗൂഢാലോചന കൂടാതെ വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ അടക്കം BNSലെ ഈ പ്രധാനപ്പെട്ട വകുപ്പുകളടക്കം ഉൾപ്പെടുത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യവും എസ്.ഐ.ടി. ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. ഇനി ഈ കേസ് അടുത്ത മാസം 20-നാണ് പരിഗണിക്കുക. അതിനു മുൻപ് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കണം. ഈ പ്രതികൾ ആരെയും വെറുതെ വിടാൻ അനുവദിക്കരുത്. സമഗ്രമായ അന്വേഷണം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് ഉടൻ തന്നെ സമർപ്പിക്കണം എന്നുള്ളതാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇനി 20-നായിരിക്കും ഈ കേസ് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുക. അക്ഷയ്. ശരി ഉമേഷ്, വ്യക്തമാണ്. എന്തായാലും ശബരിമല സ്വർണ്ണമോഷണ കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്തും പ്രതിയാണെന്ന് എസ്.ഐ.ടി. ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുകയാണ്. പ്രശാന്ത് ഉൾപ്പെടെ 7 പ്രതികളാണ്. തന്ത്രിയും മുരാരി ബാബു അടക്കം ഈ 7 പ്രതികളിൽ ഉൾപ്പെടുന്നു. എന്തായാലും നടന്നത് ക്രിമിനൽ ഗൂഢാലോചനയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ എസ്.ഐ.ടി. ഇപ്പോൾ എന്തായാലും ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുകയാണ്. ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.